അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇന്ന് നമ്മുടെ യൂട്യൂബ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. യൂട്യൂബ് സ്റ്റോറി പറയാനൊന്നും ഞാനിപ്പോൾ വിചാരിച്ചിട്ടില്ല, കാരണം യൂട്യൂബ് സ്റ്റോറി പറയാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ പറയാൻ മാത്രമുള്ള സ്റ്റേജൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരാഗ്രഹം നിങ്ങളുമായിട്ട് ഇപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് അതൊന്ന് പറഞ്ഞു വെച്ച് അതെങ്ങനെ വീഡിയോ ഇട്ടാൽ പിന്നെ ഒരു സമാധാനമാണ്. കുറേ ദിവസമായിട്ടോ പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, പൈസ ഒക്കെ കയ്യിൽ കിട്ടി തുടങ്ങിയിട്ട് ചെയ്യാമെന്ന്. പക്ഷെ അതൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല, ഇൻഷാ അല്ലാഹ് കിട്ടുമായിരിക്കും ഒരു ദിവസം. പക്ഷെ എന്തായാലും യൂട്യൂബ് സ്റ്റോറി എന്തായാലും പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ എഴുതി വെച്ച് പറയുമ്പോൾ എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തായാലും നിങ്ങളൊരു കമൻറ്റ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. സ്റ്റോറി പറഞ്ഞു തുടങ്ങാം. സ്റ്റോറിയുടെ തുടക്കം മുതൽ തന്നെ എന്തായാലും തുടങ്ങാതെ, ഇനി ചിലപ്പോൾ വീഡിയോ ലെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് നമുക്ക് ഇടാം. ഇല്ല, ചിലപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ യൂട്യൂബ് സ്റ്റോറി തുടങ്ങാം. യൂട്യൂബ് സ്റ്റോറി തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. വിട്ടു പോകുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പം അത് വിട്ടു പോകാനും ചാൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറന്ന് പോവുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഓർമ്മ ഉണ്ടാകുമ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും യൂട്യൂബ് സ്റ്റോറി തുടങ്ങുകയാണ്. യൂട്യൂബ് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ 10th പഠിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന് ചാനലുണ്ടായിരുന്നു. ചാനൽ അത് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 10th. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. കുക്കിംഗ് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ യൂട്യൂബിലും കാര്യത്തിലും ഞാൻ കണ്ട്, അന്നൊന്നും ഇത്ര അധികം ചാനലൊന്നുമില്ല. ഒരു 4-5 വർഷം പിറകോട്ട് നോക്കുമ്പോൾ ഇത്ര അധികം യൂട്യൂബ് ചാനലുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവരിങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിടുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ, അതായത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടി അങ്ങനെ പറയായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഉമ്മി എൻ്റെ ബ്രദേഴ്സ് ഉപ്പൊക്കെ അങ്ങനെ പറയുന്നു, എന്താണ് ചാനലിൽ ഇട്ടാൽ മതി. പക്ഷെ ഒരു ഐഡിയ ഇല്ലാത്ത കാലമാണ് കേട്ടോ. എനിക്ക് യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ പറയണം ഒന്നും അറിയില്ല. ജസ്റ്റ് വീട്ടിലിങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ ഞാൻ ബ്രദറിൻ്റെ ചാനൽ എനിക്ക് തന്നു. അന്ന് ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു 35 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രദറിനും അങ്ങനെ അന്ന് ചാനലിൽ എങ്ങനെയാണ് കറക്റ്റ് വീഡിയോസ് ഇടേണ്ടതെന്നോ അന്ന് നമുക്ക് അങ്ങനെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇല്ല, ഇത്രയും യൂട്യൂബേഴ്സും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഞാനടക്കം ഇഷ്ടം പോലെ ആളുകൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അന്നൊന്നും പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല. സത്യത്തിൽ വീഡിയോ ഇട്ടവർ ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. കാരണം അന്ന് ഇട്ടവരൊക്കെ ഇപ്പോൾ ഒരു സ്റ്റേജിലെത്തിയവരാണ്. കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ ചാനൽ തന്ന്. അന്നെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ ചിരി വരും, കുറേ സങ്കടം വരും കേട്ടോ ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത്. കാരണം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരികയായിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ചിരിയും വരും ചില സമയങ്ങളിൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ എടുക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു റെസിപ്പി ഇട്ടത് ഒരു മന്തിയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. മന്തിയുടെ അല്ല, കപ്സയുടെ റെസിപ്പി കേട്ടോ. മന്തിയല്ല, കപ്സയുടെ റെസിപ്പി ആയിരുന്നു. ഒരു കുക്കറിൽ കപ്സ വെക്കുന്ന വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആരും സംസാരിക്കാണ്ട്, വീട്ടിലുള്ള ആരും സംസാരിക്കാണ്ട് നമ്മൾ ആ ഇളക്കുന്ന സൗണ്ടും പിന്നെ അപ്പം തന്നെയാണ് ഞാൻ വോയിസും കൊടുക്കുക. അന്നൊന്നും എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമേ അറിയില്ല കേട്ടോ. ഇപ്പോഴും അറിയാമെന്നല്ല, എല്ലാം അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പഠിച്ച് വന്നു. പക്ഷെ അന്നും അറിയില്ലല്ലോ, നമ്മൾ തുടങ്ങിയല്ലേ. അപ്പോൾ ഞാനിതേപോലെ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ
പറയും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും മിണ്ടാതിരിക്കും. ട്രൈപോഡും കാര്യങ്ങളും ഉണ്ടോയെന്ന് ഒന്നും നമുക്കറിയില്ല. ബ്രദർ പിടിച്ചു തരും. ഞാനും ഉമ്മയും കൂടെ അങ്ങ് കൂടി അങ്ങ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ സംസാരിക്കും. അത് സംസാരിക്കാനൊന്നും ഇങ്ങനെ ഇപ്പോഴും അറിയില്ല, എന്നാലും ഇങ്ങനെ അറിയില്ലെന്ന് ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ മന്തിയുടെ റെസിപ്പി എടുത്തിട്ട് ഇങ്ങനെ ബ്രദർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടു കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നുമില്ല. അതായത് ഇങ്ങനെ നേരെ കൊണ്ടുപോയി യൂട്യൂബിൽ കൊണ്ടുപോയി അങ്ങനെ അപ്ലോഡ് ചെയ്യാം. വീട്ടിൽ ആർക്കും ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണല്ലോ. അപ്പം ഞാനും തന്നെ അങ്ങ് പറഞ്ഞ് ആണ് കൊടുത്തത്, അങ്ങനെ ഇട്ടു. അപ്പം അന്ന് ഞാൻ പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊന്നും അറിയാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കപ്സയുടെ റെസിപ്പി ഇട്ടുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞു 35 സബ്സ്ക്രൈബേഴ്സ് എങ്ങാനുള്ള ചാനലാണ്. ആ ചാനൽ എങ്ങനെ 35 സബ്സ്ക്രൈബേഴ്സ് വന്നു പറഞ്ഞാൽ ബ്രദറിൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള ഫോണിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇതിലോട്ട് മാത്രമാണ് മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ പോയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ എന്തായാലും ഉപ്പാടെ ഫോണിലും ഉമ്മാൻ്റെ ഫോണിലും അങ്ങനെ എല്ലാവരുടെ ഫോണിലും നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ട് കാണും. നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, നമ്മൾ തന്നെ ലൈക്ക് ചെയ്ത്, നമ്മൾ തന്നെ കമൻറ്റ് ചെയ്ത്, നമ്മൾ തന്നെ റിപ്ലൈ കൊടുക്കുന്ന ഒരവസ്ഥയിലൂടെ അങ്ങനെ കടന്നു പോയെന്ന് അറിയില്ല ശരിക്കും. പിന്നെ ഇങ്ങനെ കുറേ ആളുകൾ വീഡിയോ ഒക്കെ ഇടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരം നമുക്ക് നല്ല ഫോണില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. സത്യത്തിൽ വീഡിയോ ഇടേണ്ട രീതിയിൽ ഇടില്ല. തമ്പിലൈന് ശരിക്കും കൊടുക്കില്ല, ടാഗ് ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഇല്ല, ശരിക്കും ഒരു ടൈറ്റിൽ ഇല്ല, കാരണം ഇടാനറിയില്ല. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ആളുകളിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. അന്ന് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഇതിലെത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെയൊക്കെ വെറുതെ അങ്ങ് കുറേ വീഡിയോസ് ഇട്ടത്. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ടു. അന്ന് ട്രൈപോഡൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സെൽഫി സ്റ്റിക്ക് പിന്നെ കിട്ടിയ സമയത്ത് നമ്മുടെ ടേബിളിൻ്റെ ഇടയിൽ സെൽഫി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിൽ ഫോൺ വെച്ചിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസയും കാര്യങ്ങളും. അതിന് കുക്കിങ്ങിന് വീഡിയോസ്, നല്ല കുക്കിംഗ് വീഡിയോസ് ഇട്ടാൽ നമ്മുടെ വിചാരം നല്ല കുക്കിംഗ് വീഡിയോസ് ചെയ്തത് ഇട്ടാൽ മാത്രമേ യൂട്യൂബിൽ സക്സസ് ആവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് അപ്ലോഡ് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അറിയില്ലായിരുന്നു, അതന്നെ മെയിനായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒരു മിനിമം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അവസ്ഥയിലൂടെ കടന്നു പോയി പഠിച്ച് അങ്ങനെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ കുറേ കേക്കിൻ്റെ റെസിപ്പീസ് ഇട്ട്. അതൊന്നും ഈ ചാനലല്ല കേട്ടോ. ചാനലൊക്കെ 2-3 ചാനലൊക്കെ വേറെ തുടങ്ങി മടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തുടങ്ങിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ഈ ചാനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെയാണ് ഈ പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 900 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി ചിലപ്പോൾ 2 വീഡിയോസ് എടുക്കും, ഡെയിലി 3 വീഡിയോസ് എടുക്കും. എല്ലാ വീഡിയോസും നല്ല കുക്കിംഗ്, നല്ല റെസിപ്പീസ്, നല്ല ഐറ്റംസ് ഒക്കെ നമ്മൾ ഇടുമായിരുന്നു. അപ്പോൾ ഒന്നും നമുക്ക് ക്ലിക്കാവില്ല. എല്ലായിടത്തും ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്രണ്ട്സായാലും ഫാമിലീസിനായാലും എല്ലാവരോടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതും അത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പിന്നെ 4000 വാച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ വെള്ളം കുടിക്കാൻ പോയി. ഇങ്ങനെ എല്ലാം കൂടെ പറഞ്ഞ് വരുമ്പോൾ സമയം എടുക്കുന്നില്ല. അപ്പോൾ എവിടെ എത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തു. അറിയില്ലല്ലോ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ 900 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അന്ന് എനിക്ക് തോന്നുന്ന ചാനലിൻ്റെ പേര് വ്ളോഗ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലായിരുന്നു. ആ ചാനലിൽ വീഡിയോസ് ഇട്ട്. അങ്ങനെ ആ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ട സമയത്ത് വീഡിയോസൊന്നും കയറുന്നില്ല, ഒന്നിനും വ്യൂസ് ഇല്ല. നമ്മളറിയുന്ന നമ്മൾ തന്നെ കാണുന്ന വീഡിയോസിൻ്റെ ആ ഒരു വ്യൂസ് മാത്രം. അന്ന് ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. വെറുതെ കുറേ വീഡിയോസ് കഷ്ടപ്പെട്ടിട്ട് കേട്ടോ. പക്ഷെ കുറേ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിന് കുറേ പാഠങ്ങൾ പഠിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. കുറേ ക്ഷമൊക്കെ ഉണ്ടായി നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങി. ഒരു ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി. അതിൽ ഞാൻ കുറേ ഹിജാബ്
ചുറ്റുന്നതും കുറേ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അതും സക്സസ് ആയില്ല. അതിനും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഈ ഒരു വ്ളോഗ് കിച്ചൻ എന്ന് പറയുന്ന ചാനൽ അവരതൊരു ഫോണ് ഒരു സ്ഥലത്തോട്ട് പോയ സമയത്ത് ഫോണ് കയ്യിൽ നിന്ന് മിസ്സായി പോയി. അങ്ങനെ നമ്മുടെ ചാനൽ തന്നെ പോയിട്ടോ. അങ്ങനെ ആ ചാനലൊക്കെ പോയി. പക്ഷേ നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മുടെ ഈ മിന്നു ടിപ്സിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനൽ പോയി. അന്ന് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അത് ആ ചാനൽ അങ്ങനെ വെറുതെ അങ്ങ് 900 വീഡിയോസൊക്കെ ഇട്ട് അത് വെറുതെ പോയി. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ഞാനും ഉമ്മയൊക്കെ ഇരുന്ന് റെയിൻബോ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി ഉറക്കം ഒഴിച്ച് എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വന്നു ആ സമയമായപ്പോൾ. വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ അന്നൊക്കെ അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ എഡിറ്റിങ് ചെയ്യാൻ പറ്റുമോ, ഇപ്പം എന്തോ ഒരു ആശ്വാസമല്ലേ സംസാരിച്ചിട്ടുകൊണ്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാലോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിലോട്ടെത്തി. പിന്നെ അങ്ങനെ കേക്കിൻ്റെ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ വീഡിയോസ് ഇട്ട് കേക്കിൻ്റെ ടിപ്സ് അങ്ങനെ കുറച്ച് കേക്കുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അല്ലാണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടായില്ല. കുറേ ഉറക്കമൊക്കെ ഒഴിച്ച് രാത്രിയിലൊക്കെ കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. പക്ഷെ കറക്റ്റ് രീതിയിൽ ഇടാത്തതുകൊണ്ട് കറക്റ്റ് ആളുകളിലോട്ട് അത് എത്തിപ്പെട്ടില്ല. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് വീഡിയോസ് കുറേ ഇട്ട് ഞാൻ പറയില്ല ആ ചാനൽ പോയി. പിന്നെ ഈ മിന്നു ടിപ്സിൽ നമ്മളിട്ടു കുറേ വീഡിയോസ്. അങ്ങനെ അതും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. കുറേ ചലഞ്ച് വീഡിയോസ് ഞാനും ബ്രദേഴ്സ് ഉള്ളതും അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ഇട്ടു കേട്ടോ. അങ്ങനെ വർഷങ്ങളോളം യൂട്യൂബിൽ കഷ്ടപ്പെട്ടു. കാര്യമില്ലാതെ കുറേ കഷ്ടപ്പെട്ടു. ട്രൈപോഡും കാര്യങ്ങളില്ല, ശരിയായിട്ടുള്ളൊരു ക്യാമറ ഇല്ല, ശരിയായിട്ടുള്ളൊരു ഫോണില്ല, അങ്ങനെയൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സമയത്താണ് മലപ്പുറം ആ ഒരു അതിൽ വരുന്ന ആ ഒരു സംസാരത്തിൽ വരുന്ന കുറേ താത്തമാരൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയില്ലേ. അന്നേരം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇട്ടാൽ ചിലപ്പം വീഡിയോ ചിലപ്പോൾ വൈറലാവും. പക്ഷെ അന്ന് നമുക്ക് മടിയായിട്ടോ. അതായത് മലപ്രധാനന്മാരൊക്കെ വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് മടിയായി. പിന്നെ എനിക്ക് പിന്നെ ഫ്രണ്ട്സും ഇതൊക്കെ കാണൂലേ, അല്ലെങ്കിൽ ഇനി ഫാമിലിയിലൊക്കെ കാണൂലേ, എല്ലാവരും കാണുമ്പോൾ ഒരു സംസാരിക്കുന്ന രീതി തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഒരു ചമ്മലാവും എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങ് മടിച്ചു നിന്നു. കുറച്ച് മാസം മടിച്ചു നിന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിൽ സക്സസ് ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒരു മലപ്പുറം ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അങ്ങനെ ആ ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ നമ്മുടെ മലപ്പുറം രീതിയിലുള്ള ആ രീതിയിൽ തന്നെ നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ചിട്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ അറിയാലോ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് അറിയാമായിരിക്കും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഫാമിലിയിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് അതിലോട്ട് ഇട്ടു. അങ്ങനെ അതിൽ ഒരു ദിവസം വീഡിയോ ഫസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അതുപോലെ ഇട്ട സമയത്ത് അന്ന് ഇങ്ങനെ ഇത് റീച്ച് ആവുന്ന സമയമാണല്ലോ മലപ്പുറം ആ ഒരു മലപ്പുറം താത്താരെ വീഡിയോസൊക്കെ റീച്ച് ആവുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാനിട്ട വീഡിയോക്ക് എനിക്ക് 2K വ്യൂസ് കിട്ടി. 2K വ്യൂസ് കിട്ടി. പിറ്റേ ദിവസം ഭയങ്കര സന്തോഷമായിട്ടോ. 2K വ്യൂസൊക്കെ കിട്ടുക പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു വ്യൂസ് 2 വ്യൂസൊക്കെ കിട്ടിയാൽ നമുക്ക് 2K വ്യൂസൊക്കെ കിട്ടിയപ്പോൾ അത് വലിയ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2K വ്യൂസ് നമുക്ക് ഫസ്റ്റ് കിട്ടി. കുറച്ചൊരു 10-24 സബ്സ്ക്രൈബേഴ്സും നമുക്ക് ആ ചാനലിൽ വന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം നമ്മൾ വേറൊരു വീഡിയോ ഇട്ടു. അന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ നമ്മളിട്ടു. ഒരു 20 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടു. ആ ഒരു വീഡിയോ ഇങ്ങനെ കയറി വന്ന് തുടങ്ങി. കയറി തുടങ്ങിയ സമയത്ത് ഒരു 6K ഒക്കെ ആയപ്പോഴത്തേക്ക് നിന്നു. പിന്നെ ആ വീഡിയോയിൽ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നില്ല. കുറച്ച് വാച്ച് ടൈം നമുക്ക് കിട്ടി. അങ്ങനെ പിന്നെ ഇടുന്ന വീഡിയോസിനൊക്കെ ഒരു 1K 2K ഒക്കെ കിട്ടി. ഒരു 10-15 വീഡിയോക്ക് അത്ര കിട്ടി. പിന്നെ അങ്ങ് നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജിലെ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അത് അങ്ങ് കുറച്ച് നിന്നു. അങ്ങനെ നിന്ന സമയത്ത് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിന് തീരെ വ്യൂസ് ഇല്ലാതായി. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. പിന്നെ അതും അങ്ങനെ നിന്നു. കുറേ വീഡിയോസ് ഇടുമ്പോൾ നമുക്കായാലും ഒരു മടുപ്പ് ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ആ വീഡിയോസ് ഇടാൻ നിർത്തിയിട്ടോ. കുറച്ച് ദിവസം നിർത്തി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് ഇടാലോ എന്നുള്ള ആ ഒരു ചിന്ത വരും. അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പറയുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യും കേട്ടോ. കാരണം നമുക്ക്
കുറേ കഷ്ടപ്പെട്ടിട്ട് ഒന്നിലും ഒരു ഇത് കാണാതെ വരുമ്പോൾ നമുക്കൊരു സങ്കടം കൊണ്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസ് കയറി പിന്നെ അത് നിന്നു. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇന്നിട്ടിട്ട് കാര്യമില്ല, നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൂല, കിട്ടാനുള്ള ഇതില്ല, 4000 മാസത്തിൻ്റെ നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ആകാൻ കഴിയൂല എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നിന്ന് മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ള ആ ഒരു അവസ്ഥ നന്നായിട്ട് ബോധ്യമായ സമയത്ത് പിന്നെ നിർത്തി. അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് മാസങ്ങളോളം ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീട്ടിലൊക്കെ കുറച്ച് സമയം വെറുതെ ഇരുന്ന സമയത്ത്, ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അന്ന് ഞാൻ മലപ്പുറം ഫാത്തിമയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തിരുന്നത്. ആ ചാനൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് കറക്റ്റ് വീഡിയോ ഇടേണ്ടത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ തന്നെ നോക്കി, ഞാൻ തന്നെ എഡിറ്റിങ് പഠിച്ച് വീഡിയോസൊക്കെ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പിന്നെ ഞാൻ അങ്ങനെ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസമാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞ് തുടങ്ങുന്നു. 2 മാസം കഴിഞ്ഞ് തുടങ്ങി. പക്ഷേ ഈ ചാനൽ നമ്മൾ വെറുതെ തുടങ്ങിയതായിരുന്നു കേട്ടോ. ഈ ചാനൽ വെറുതെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ വെറുതെ അങ്ങനെ ഒരു ചാനൽ, ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെറുതെ അങ്ങ് ഒരു സ്നാഷി വ്ളോഗ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് ഒരു പ്രതീക്ഷയില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ വെറുതെ തുടങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് രണ്ടാമത്തെ വീഡിയോക്കോ മൂന്നാമത്തെ വീഡിയോക്കൊക്കെ വ്യൂസ് ഇങ്ങനെ 400-500 കയറി തുടങ്ങി. വെറുതെ തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ ഇമെയിൽ ഐ ഡി ഒന്നും പാസ്വേഡ് ഒന്നും എഴുതി വെച്ചതോ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ആക്കിയില്ല കേട്ടോ. കാരണം അങ്ങനെ കുറേ ചാനൽ തുടങ്ങി നമ്മൾ നിർത്തിയതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതിലാണ് നമ്മളൊരു ഭൂരിയുടെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് അതിന് വ്യൂസ് വന്ന് തുടങ്ങിയത്. നമ്മളെ ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഭൂരിയിൽ അത് പെട്ടെന്ന് ഒരു ദിവസം ഇട്ട സമയത്ത് അതിൽ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി. അതിൽ പിന്നെ എനിക്ക് ടെൻഷനായി. കാരണം ഈ ചാനലിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ലല്ലോ. അതിൽ പിന്നെ രാത്രിയിൽ ഇരുന്ന് പിന്നെ ഇത് ഓർത്ത് സങ്കടപ്പെട്ട് നോക്കിയിരിക്കുകയായിരുന്നു. വീഡിയോ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കയറി വരുന്നുണ്ട്. നമുക്ക് ആണെങ്കിൽ ചാനലിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും അറിയില്ല. ഫോണാണെന്നുണ്ടെങ്കിൽ ചെറിയ കംപ്ലൈൻറ്റിലൊന്നും നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ആ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യമല്ലല്ലോ. അപ്പം അവസാനം പിടിച്ച് അങ്ങനെയായി നമ്മുടെ ചാനലിൽ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാത്ത ഒരവസ്ഥയായി. പിന്നെ എങ്ങനെയൊക്കെയോ നമുക്ക് തൊട്ട് കുറേ അടിച്ചു കൊടുത്ത് നമ്മുടെ ചാനലിൻ്റെ പാസ്വേഡും കാര്യങ്ങളും നമുക്ക് കിട്ടി. അങ്ങനെ പിന്നെ സമാധാനമായി. പിന്നെ ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടൽ തുടങ്ങി. പിന്നെ അതിൻ്റെ താഴെ നല്ല വീഡിയോസ് ഞാൻ ഇടാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ട് നല്ല റെസിപ്പീസ് ഇട്ട് അങ്ങനെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. 4000 അവേഴ്സും ഒരു 1.5 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 4-5 വർഷം കഷ്ടപ്പെട്ടിട്ട് അവസാനം 1.5 മാസം കൊണ്ട് നമ്മൾ ചാനലിൽ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കി. ഈ ഒരു വീഡിയോ കുറച്ച് റീച്ച് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ 4000 അവേഴ്സ് കംപ്ലീറ്റ് ആക്കി. ആയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വന്ന് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം സക്സസ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് 4000 അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് സന്തോഷമുള്ള നിമിഷം കിട്ടിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഈ അടുത്താണ് ഇപ്പോൾ അതുണ്ടായത്. അങ്ങനെ നമ്മുടെ ചാനൽ 4000 അവേഴ്സായി, 1000 സബ്സ്ക്രൈബേഴ്സായി. നമുക്ക് മോണിറ്റൈസ് അപ്ലൈ ചെയ്യാൻ വന്നു. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷേ നമുക്കൊന്നും കിട്ടാനായിട്ടില്ല. ഇനി നമുക്ക് $100 ആവണം. അതുവരെ നമ്മൾ വീഡിയോസ് ചെയ്യണം. അതായി കിട്ടാൻ ഈ 4000 മണിക്കൂറിൻ്റെ എടുത്ത എഫേർട്ടിനേക്കാളും എത്രയോ ഇരട്ടി എഫേർട്ട് നമ്മൾ ഇടണം, എന്നാലേ നമുക്കതായി കിട്ടുള്ളൂ. ഇപ്പോൾ ഡോളർ കയറി തുടങ്ങാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. കയറി അങ്ങ് തുടങ്ങിയിട്ടില്ല. അല്ലാണ്ട് $1, $2 ആ ഒരു രീതിയിലോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി എന്നാണ് $100 ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ചാനലാണ്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് ഇൻഷാല്ലാ അടുത്ത് തന്നെ നമുക്ക് അങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റോറി. ഈ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പോൾ ചെറിയൊരു സ്റ്റോറി.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴും നമുക്ക് അധികം നല്ല വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പുതിയ യൂട്യൂബേഴ്സ്, ഞാൻ പുതിയതാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല. യൂട്യൂബിൽ കുറേ കാലമായി വന്നെങ്കിലും വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല, കുട്ടി യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോണോ നല്ലൊരു ട്രൈപോഡോ നല്ലൊരു വീഡിയോസോ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നോ യാതൊരു ഇതുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊരു ഫോൺ, നല്ലൊരു ഫോണൊന്നും വേണമെന്നില്ല, അത്യാവശ്യം ക്യാമറ ഓൺ ആവുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ഒരു ദിവസം നമ്മുടെ വീഡിയോസും മുന്നോട്ട് കയറും, അല്ലെങ്കിൽ കുറച്ച് ആളുകളിലും കാണും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളെ കുറേ പേര് തളർത്താനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഉള്ളിനുള്ളിൽ എന്നെ കൊണ്ട് പറ്റുന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സക്സസ് ആവാൻ പറ്റും. എനിക്ക് കുറേ മുമ്പ് തന്നെ ഇത് സക്സസ് ആക്കി എടുക്കാമായിരുന്നു. ഒന്നാമത് നമ്മുടെ സമയമായിട്ടില്ല, രണ്ടാമത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുള്ള ആ ഒറ്റൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ഒരുപാട് റെസിപ്പീസും വീഡിയോസൊക്കെ വെറുതെ ആയത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇടുക, കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇടുക, കറക്റ്റായിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് നല്ലൊരു ഫോണോ നല്ലൊരു ട്രൈപോഡോ മൈക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വൈറലാവാൻ പറ്റൂ എന്നുള്ള ആ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ യൂട്യൂബേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക, കാരണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് ടൈമും കംപ്ലീറ്റ് ആയത് 1.5 മാസം കൊണ്ടാണ്. പക്ഷെ ആ 1.5 മാസം കൊണ്ടും ഞാൻ ഈ ഫോണും ഈ ഒരു ട്രൈപോഡും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഐഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു സമയം ഉണ്ടാവും, നമ്മളും വിജയിക്കുന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ചാനൽ മോണിറ്റൈസായി, പൈസ കയറി തുടങ്ങും. പക്ഷെ എന്നാലും മോണിറ്റൈസായി കിട്ടുക എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു, അതായി കിട്ടി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ശരിയാവുമായിരിക്കും, പൈസ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിലുണ്ട്, എന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളും അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കൈ പൊള്ളിയ കാര്യം പറഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് അങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് യൂട്യൂബ് സ്റ്റോറി പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹം കുറേ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു പൈസ കിട്ടിയിട്ടേ ഇടുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് ആ ഒരു വീഡിയോ ചെയ്താൽ എനിക്ക് പിന്നീട് ഓർമ്മയിൽ ചിലപ്പോൾ ഇതൊന്നും വന്നില്ലെങ്കിലും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു യൂട്യൂബ് സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ സ്റ്റോറി കംപ്ലീറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോയിൽ കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് അധികം ചെയ്യാത്തതുകൊണ്ട്, അപ്പോൾ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്ലിയർ ആയി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് വലിയൊരു സന്തോഷം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.